ഈയൻ കൈകളെ സമർപ്പിക്കുന്നേ, സേവയ്ക്കായി എൻ ജീവനെയും ഈയൻ കൈകളെ സമർപ്പിക്കുന്നേ, സേവയ്ക്കായി എൻ ജീവനെയും. കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യവ്യാപ്തിക്കായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം യഹോവയായ ദൈവം അരുളിച്ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും സ്നേഹവും ന്യായവിധിയും പങ്കുവയ്ക്കുന്നു. ഈ ലോകത്തിൽ അനേക ശബ്ദങ്ങൾ നമ്മെ വിളിക്കുന്നുണ്ട്. എന്നാൽ ശബ്ദകോലാഹലങ്ങളുടെ മധ്യത്തിൽ ദൈവ ശബ്ദം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വാക്യത്തിലൂടെ നമുക്ക് 3 കാര്യങ്ങൾ വെളിപ്പെടുന്നു. ദൈവം സർവശക്തനാണ്, ദൈവം സംസാരിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ വിളി എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. മനുഷ്യൻ ശക്തനാകാം, എന്നാൽ അവൻ്റെ ശക്തിക്ക് പരിമിതികളുണ്ട്. ധനമുണ്ടാകാം, അധികാരമുണ്ടാകാം, വിദ്യാഭ്യാസമുണ്ടാകാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ പൂർണ്ണനായി നിസ്സഹായനായി തീരുന്നു. ഒരു മാരക രോഗമോ ജീവിതത്തിൽ ഒരു അപകടമോ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറി മറിയാം. അവിടെ നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നാം. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ ശക്തി നമ്മെ ബലപ്പെടുത്തും. ദൈവം നമ്മുടെ മധ്യത്തിൽ സംസാരിക്കുന്നവനാണ്. അവൻ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ദൈവദാസന്മാരിലൂടെയും സംസാരിക്കും. ദൈവത്തിൻ്റെ വിളി എല്ലാവർക്കും ഉള്ളതാണ്. വചനം പറയുന്നു, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഭൂമിയെ വിളിച്ച് കൂട്ടുന്നു. ഇത് സർവ ലോക ആഹ്വാനമാണ്. ദൈവം ഒരു വിഭാഗത്തിൻ്റെ മാത്രം ദൈവമല്ല, എല്ലാവർക്കും ദൈവത്തിൻ്റെ വിളിയുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെൻ്റെ അടുക്കൽ വരുവീൻ. എത്ര മനോഹരമായ ക്ഷണം! ലോകം നമ്മെ തള്ളിയേക്കാം, എന്നാൽ ദൈവം ഒരിക്കലും നമ്മെ തള്ളുകയില്ല. ദൈവത്തിൻ്റെ വിളിയെ നാം തള്ളിക്കളയരുത്. പ്രിയരെ, ദൈവം ഇന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കവൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരുങ്ങാം. ശബ്ദ കോലാഹലങ്ങളുടെ മധ്യത്തിൽ ഇന്നും അവൻ നമ്മെ വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ശബ്ദം കേൾക്കുവാനും തിരിച്ചറിയുവാനുള്ളൊരു ഹൃദയത്തെ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.